ഒരിക്കൽ ഒരു പെൺകുട്ടിയെ തേടി ഒരു പോറ്റി കല്യാണം അന്വേഷിച്ചു വരുന്നു. അങ്ങനെ കല്യാണം അന്വേഷിച്ചു വരുന്ന സമയത്ത് അവളുടെ വീട്ടുകാർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ പയ്യനൊരു പോറ്റിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമ്പലത്തിൽ ക്ഷേത്രത്തിൽ 365 ദിവസവും പൂജയും മറ്റു കാര്യങ്ങളും ആയിരിക്കും. കൂടുതൽ സമയവും അമ്പലവുമായി ബന്ധപ്പെട്ടായിരിക്കും അവൻ്റെ ജോലി മറ്റു കാര്യങ്ങളും. ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം സ്ത്രീകളുടെ ചിന്താഗതി എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് കേട്ട പാതി കേൾക്കാത്ത പാതി അവളുടെ ബന്ധുക്കളും ബാക്കി ആൾക്കാരും ഒക്കെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, കുട്ടി കുഴപ്പമില്ല, കാരണം അവൾ എന്തൊരവസ്ഥയും കൃത്യമായിട്ട് പൊരുത്തപ്പെടുകയും അതിനോട് ഈ പറയുന്ന അതൊക്കെ സഹിക്കുകയും ചെയ്യാൻ മനസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് ഭയങ്കര സന്തോഷമാവും. കല്യാണം നടക്കുന്നു, കുഞ്ഞ് ജനിക്കുന്നു, നല്ല രീതിക്ക് തന്നെ ആ ബന്ധം മുന്നോട്ട് പോകുന്നു. കുഞ്ഞ് സ്കൂളിലേക്ക് പോകാനുള്ള ആ ഒരു രീതി എത്തുന്നു. പിന്നീട് ഇപ്പം കുറച്ചായിട്ട് ഇൻസ്റ്റഗ്രാമിനകത്ത് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങുന്നു, പാട്ട്, റീൽസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇതിനിടയിൽ വെച്ചിട്ട് കൃത്യമായിട്ട് ഒരു ചേട്ടൻ വന്ന് ഇൻസ്റ്റഗ്രാമിലൂടെ തട്ടി വിളിക്കുന്നു. ആ തട്ടിവിളി കുറേയൊക്കെ ചിലപ്പം വേണ്ട എന്ന് വെച്ച് കാണും. ആദ്യം നല്ല രീതിക്ക് പറയുന്നത് എടുക്കാതെ ഇരിക്കാം. പക്ഷേ പ്രകോപനങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ, പലതരത്തിലുള്ള ഈ പറയുന്ന ഭർത്താവിൽ നിന്ന് ലഭിക്കാതെ പോകുന്ന പലതരത്തിലുള്ള ഈ പറയുന്ന വാക്കുകൾ, സ്നേഹത്തിൻ്റെതായിട്ടുള്ള കൂടുതൽ കരുതൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ആ ജനാലങ്ങ് തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാതിൽ തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈസി ആയിട്ട് ആ ചേട്ടൻ ആ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. കൂടുതൽ സൗകര്യമാണ്, കാരണം ഭർത്താവ് ഒരു പോറ്റിയാണ്. കൂടുതൽ സമയവും അമ്പലത്തിലായിരിക്കും, കുഞ്ഞ് സ്കൂളിലായിരിക്കും, ഒരു ശല്യവും ഇല്ലാത്തൊരവസ്ഥ. അപ്പം സ്വാഭാവികമായിട്ടും ഇത് നല്ലൊരു രീതിയിലേക്കുള്ള, അല്ലെങ്കിൽ നല്ലൊരു തുടക്കമായിട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റു പലതരത്തിലേക്കും, കാരണം ലൈംഗിക ബന്ധത്തിന് ഏറ്റവും കൂടുതൽ ആഗ്രഹം തേടിപ്പോയൊരു ടൈം, അല്ലെങ്കിൽ അതിനെ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട, കാരണം ഇൻസ്റ്റഗ്രാമിൽ ഒരു വർഷത്തോളം ഭയങ്കരമായിട്ടുള്ള ഈ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും റീല് പങ്കുവയ്ക്കൽ, അങ്ങനെ വല്ലാത്തൊരു വൈകാരിക ബന്ധത്തിലേക്ക് അവർ അടുത്ത് കഴിഞ്ഞൊരു കാലമല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബന്ധം പിന്നീട് നേരിട്ടുള്ള കാണലിലൂടെയും ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലൂടെയും മുന്നോട്ട് ശക്തമായി പോയിക്കൊണ്ടിരുന്നു. ഈ പോയിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് പലതവണ ഈ പെൺകുട്ടിയിൽ നിന്ന് അവൻ പൈസ കടമേടിക്കാനും തുടങ്ങി. 1,00,000 അല്ലെങ്കിൽ അതിൽ കൂടുതൽ, അതിൽ കുറവായിട്ടുള്ള പൈസകളൊക്കെ കൂടുതൽ വാങ്ങിക്കാൻ തുടങ്ങിയപ്പം ഒരുപക്ഷെ പെൺകുട്ടിക്ക് കൃത്യമായിട്ടുള്ള കാര്യം മനസ്സിലായി കാണും. എന്നാലും അവൾ ഈ മറ്റ് സുഖങ്ങളിലേക്ക് തേടൽ, അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് ആ ഒരു കാര്യത്തെ അപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെണ്ണിന് മാത്രമല്ല ഭർത്താവുള്ളത്, അവനും ഭാര്യയും 3 കുഞ്ഞുങ്ങളുമുണ്ട്. അവരിൽ നിന്ന് മാറി, അവരെ പിരിഞ്ഞ് മറ്റൊരു വീട്ടിൽ താമസിക്കുകയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ ഇത്തരത്തിൽപ്പെട്ട ഈ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട്, കാരണം ഈ പറയുന്ന മെസ്സേജുകളിലൂടെയോ വീഡിയോ കോളുകളിലൂടെയോ ഒക്കെ ഇത്തരത്തിൽ പല സ്ത്രീകളുമായിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവാം. കാരണം ഇങ്ങനെ പോകുന്ന ആൾക്കാർ, പെണ്ണായാലും ആണായാലും, അവർ ഒന്നിലൊന്നും ഒതുങ്ങില്ലല്ലോ. കാരണം താലി കെട്ടി വീട്ടിലൊരു ഭാര്യ, കുഞ്ഞുങ്ങൾ ഉണ്ടായതിനു ശേഷം അവരെ ഉപേക്ഷിച്ച് മറ്റു ബന്ധങ്ങളിലേക്ക് ചേക്കേറുന്നവൻ അവിടെ ഒന്നും നിൽക്കില്ല. പെണ്ണായാലും അത്തരത്തിൽ തന്നെയാണ്. ഭർത്താവ്, സ്വന്തം ഈ പറയുന്ന കുഞ്ഞ്, അവരെ കൃത്യമായിട്ട് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അവരില്ലാതെ വരുന്ന സാഹചര്യങ്ങളെ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്ന സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഒന്നൊന്നുമല്ല, അതിൽ കൂടുതൽ ബന്ധങ്ങളിലേക്ക് ചേക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറയത്തില്ലേ, നമ്മൾ എന്താണോ ഈ പറയുന്ന വിതയ്ക്കുന്നത് അത് മാത്രമേ നമ്മൾക്ക് ഈ ലോകത്ത് നിന്ന് കൊയ്തെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയത്തില്ലേ. അതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്ന കാര്യമുണ്ട്, സ്നേഹം വിതച്ചാൽ നമുക്ക് സ്നേഹം കിട്ടും, കർമ്മ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്, അത് ബൂമറാങ് പോലെ തിരിച്ചടിക്കുന്നൊരു കാര്യമാണ്. അപ്പം നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കുകയും മറ്റുള്ളവരോട് ഈ പറഞ്ഞ ചതി ചെയ്യുകയോ ചെയ്താൽ അതിന് ഇരട്ടിയായിട്ട് നമ്മൾ ഈ ഭൂമി വിട്ടു പോകുന്നതിന് മുന്നേ തിരിച്ച് കിട്ടും എന്നുള്ളത് ഏറ്റവും ശരിയായിട്ടുള്ള വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഈ പറയുന്ന കണക്ക് ഈ ചേട്ടൻ, അതായത് അവിഹിത ചേട്ടൻ, വീടിൻ്റെ പരിസരത്തെത്തുന്നു. അവിടെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നു. അപ്പം കുട്ടിയുമായിട്ട് ഈ പെൺകുട്ടി, ഭർത്താവ് നേരെ ഈ പോറ്റിയല്ലേ അമ്പലത്തിലേക്ക്, അത് രാവിലെ പോകണമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്കൂട്ടിയൊക്കെ ഉണ്ട്, അതിനകത്ത് കൊണ്ടുവിടുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ കാരണം ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ വീഡിയോ ചെയ്ത് ഭയങ്കര ശക്തിയായിട്ട് എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പം ഡ്രൈവിംഗ് ലൈസൻസൊക്കെ എടുത്ത് വണ്ടിയൊക്കെ ഓടിക്കാനുള്ള അത്രയും വലിയൊരു തരത്തിലേക്ക് മാറി. പണ്ട് വണ്ടി ഓടിക്കാൻ അറിയാമെങ്കിൽ കൂടി അത് ഓടിക്കാതെ ഒരു മൂലയ്ക്ക് വെച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പം കൂടുതൽ കൂടുതൽ ശക്തിയാകുകയാണ് അവൾ, എല്ലാ തരത്തിലും മാനസികമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം
കുട്ടിയെ കൊണ്ടുവിടുന്നത് കണ്ടതിന് ശേഷം അവിഹിത ചേട്ടത്തിയുടെ അടുത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ചെല്ലുന്നു. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും, ചായ ചോദിക്കുകയാണ് ചെയ്യുന്നത്. ചേച്ചി ചായ ഇടാൻ പോകുന്ന സമയത്ത് ചേട്ടൻ കത്തിയെടുത്ത് കിടക്കയുടെ അടിയിലേക്ക് വെക്കുന്നു. പിന്നീട് നടക്കുന്നത് അവർ എന്താണോ ഇതിലൂടെ നേടിക്കൊണ്ടിരുന്നത് ആ ഒരു ബന്ധത്തിലേക്ക് പോകുന്നു. ആ ബന്ധത്തിനിടയിൽ വെച്ച് നല്ല രീതിക്ക് ചേട്ടൻ കഴുത്തിൽ കത്തി കുത്തി കയറ്റുന്നു. പിന്നീട് പകുതിയിലധികം കഴുത്ത് അറുക്കുന്നു. അവൾ എന്താണോ, ഏത് സുഖത്തിന് വേണ്ടിയിട്ടാണോ ഇത്തരത്തിലൊരു അവിഹിത ബന്ധത്തിലേക്ക് ഒരു ചേട്ടനെ കണ്ടുപിടിച്ചവൾ പോയത്, ആ ചേട്ടൻ യഥാർത്ഥമായിട്ടുള്ള മരണത്തിൻ്റെതായിട്ടുള്ള സ്വർഗത്തിലേക്കുള്ള അല്ലെങ്കിൽ നരകത്തിലേക്കുള്ള എവിടേക്കാണെങ്കിലും ആ വാതിലങ്ങ് കൃത്യമായിട്ട് തുറന്നു കൊടുക്കുകയാണ് ചെയ്തതെന്ന് പറയുന്നത്. അത്രയും നല്ല സുഖമായിട്ടുള്ള വേദന സമ്മാനിക്കുന്ന ഒരു ചേട്ടൻ, അവിഹിത ചേട്ടനാണ്. പിന്നീട് ചേട്ടൻ ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, സ്വാഭാവികമായിട്ടും ഇത് വെളിയിൽ വരും, ഇവൾ മരണപ്പെട്ട് കഴിഞ്ഞു, അപ്പോൾ സ്വാഭാവികമായിട്ടും വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ നാട്ടുകാരെന്നെ അടിച്ചു കൊല്ലും, അപ്പം വിഷം കഴിച്ചാലോ. പിന്നീട് ചേട്ടൻ്റെ മുന്നിൽ തെളിയുന്നത് ആ വിഷം കുടിക്കാന്നൊരു സംഭവമാണ്. ചേട്ടൻ ഇതിനിടയിൽ വെച്ചിട്ട് കോട്ടയത്ത് എത്തിച്ചേരുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ പിന്നീട് നമ്മൾ കേൾക്കുന്നത് വിഷം കഴിച്ചു എന്നുള്ള നിലയിൽ തന്നെയാണ്. ഇതിലേറെ വലിയൊരു സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പുറത്ത് സത്യമാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്, ഈ അവിത ചേച്ചിയുടെ ഭർത്താവ്, പോറ്റിയായിട്ടുള്ള ഭർത്താവിന് ഈ ഒരു ബന്ധത്തിനെക്കുറിച്ച് നേരത്തെ തന്നെ വീട്ടുകാർക്കും അറിയാമായിരുന്നു എന്ന നിലയിലേക്കാണ്. ആ സമയത്താണ് നമുക്ക് തോന്നിപ്പോകുന്നത് ഇവനൊക്കെ എന്തിനാണ് എന്ന് തോന്നിപ്പോകുന്നത്. അന്നേ കർണക്കുറ്റിക്കിട്ട് 2 പൊട്ടിച്ച് എവിടെയെല്ലാം റൂമിൽ കാലും കൈയും തല്ലി ഒടിച്ച് മൂലക്കിട്ട് ആഹാരം കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ ഇവളൊക്കെ ഈ തരത്തിൽ പോവില്ലായിരുന്നു. ഇവളൊക്കെ അവിടെ തന്നെ നിർത്തണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുഞ്ഞുള്ളതാണ്. ആ കുഞ്ഞുങ്ങളുടെ ജീവിതം പാഴാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരൊരുപാട് സ്നേഹം ആഗ്രഹിക്കുമല്ലോ. സ്നേഹിക്കാത്ത ഒരുത്തിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പോട്ടെ എന്നായിരുന്നു വെക്കേണ്ടുള്ളത് എന്ന് പറയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്നു, തന്നെ ചതിക്കുവാണെന്ന് അറിഞ്ഞിട്ടും അവളെ കൂടെ നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മനസ്സിനെ കുറിച്ച് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അതെന്തോ തരത്തിലുള്ള മനസ്സാണ്. അതിലപ്പുറത്തേക്ക് വീട്ടുകാർക്ക് ഇതൊക്കെ അറിയാമായിരുന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്നും പോയി കഴിഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ വളർത്തു ദോഷത്തിൻ്റെയോ പറഞ്ഞ് മനസ്സിലാക്കാത്തതിൻ്റെയോ ഒക്കെ ഫലമാണ് അവളിപ്പോൾ അനുഭവിച്ചത്. എന്നാലും മണ്ണിൻ്റെ അടിയിൽ കിടന്നുകൊണ്ട് കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഇനി അവൾ ആ അസുഖത്തെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഇൻസ്റ്റഗ്രാം റീൽസ് ഒക്കെ സ്വപ്നത്തിലൂടെ അവിടെ ഇരുന്ന് കാണാൻ പറ്റും. ഇനി ചേട്ടനാണെന്നുണ്ടെങ്കിൽ, അവിഹിത ചേട്ടനാണെന്നുണ്ടെങ്കിൽ ജയിലിൽ കിടന്നുകൊണ്ട് കൃത്യമായിട്ട് ഇത്തരത്തിൽ മുന്നോട്ട് പോകാനും കഴിയും. അപ്പോൾ ഈ ഒരു വാർത്ത കേട്ട സമയത്ത് അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്ത് തോന്നിപ്പോകുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത്, എന്തിനാണ് ഭർത്താവുള്ള ഒരു സ്ത്രീ മറ്റ് ബന്ധങ്ങളിലേക്ക് പോകുന്നത്? എന്തിനാണ് ഭാര്യയുള്ള ഒരു പുരുഷൻ മറ്റ് സ്ത്രീകളുമായി ബന്ധത്തിലേക്ക് പോകുന്നത്? ഒരേ ഒരു ഉത്തരം, ലൈംഗിക ബന്ധം അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന എന്തോ ഒരു സുഖം എന്ന അർത്ഥത്തിലേക്കാണ്. സ്വന്തം ഭാര്യയിൽ പിന്നെ എന്തിനാണ് ഇവരൊക്കെ ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് ചേക്കേറാൻ അത്രയധികം വ്യഗ്രതയുള്ള മുട്ടി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തിനാണ് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ചെന്ന് കയറി അവരുടെ ജീവിതം നശിപ്പിക്കുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ഇനി സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം എന്ന് പറയുന്നൊരു കാര്യം, അതും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന ഭാര്യയോട് ഭർത്താവ് ചോദിക്കുന്നില്ല, നീ കഴിച്ചോ, നിനക്ക് സുഖമില്ലായ്മ എങ്ങനെയുണ്ട്, നിനക്ക് എവിടെയെങ്കിലും പോകണമോ, കൂടുതൽ സമയം ഒരു 5 മിനിറ്റ് പോലും അടുത്തിരുന്ന് സംസാരിക്കാത്ത അവസ്ഥ. ഭാര്യ തിരിച്ച് ഭർത്താവിനോട് ചെയ്യുന്നതും ഇത് തന്നെയാണ്. ഒരു റൂമിൽ കിടക്കാൻ കയറുന്ന ഭാര്യയും ഭർത്താവും കട്ടിലിൻ്റെ സൈഡുകളിലുമായി അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മുഖം 2 ദിശകളിലേക്ക് മുഖം തിരിച്ചു വെച്ച് അല്ലെങ്കിൽ ചരിഞ്ഞു കിടന്നുകൊണ്ട് തൻ്റെ ഫോണിലൂടെ കുത്തിക്കൊണ്ട് ഏതോ ദിശയിൽ ഇതുവരെ കാണാത്ത മറ്റൊരു സ്ത്രീയോടും പുരുഷനോടും, എത്ര വയസ്സെന്ന് പോലും അറിയത്തില്ല, ചിലപ്പോൾ അപ്പൂപ്പനോ അമ്മൂമ്മയോ ഒക്കെ ആവാം, ആ പ്രായത്തിലുള്ളവരായിരിക്കാം, അവരോട് ഇത്തരത്തിലുള്ള വൃത്തികെട്ട വഴിയിലുള്ള ലൈംഗിക ത്വരയുള്ള അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഈ പറയുന്ന കമൻറ്റുകളും മെസ്സേജുകളും ബാക്കി കാര്യങ്ങളും വീഡിയോ കോളും എന്തൊക്കെയാണോ വോയിസ് കോളോ എന്തൊക്കെയോ നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ കാരണം പുറത്തേക്ക് ശബ്ദം വരാതിരിക്കാനുള്ള ഫെസിലിറ്റീസൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെയൊക്കെ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിക്ക് ഇതിനെ ഉപയോഗപ്പെടുത്താം. കാരണം പാട്ട് കേൾക്കുകയാണെന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. ഇങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ ഈ ബന്ധങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് സ്വന്തം ഭാര്യയും ഭർത്താവും ഈ നാട്ടുകാരോട് ചോദിക്കുന്ന സ്ത്രീയോട്, നീ ഇന്ന് കഴിച്ചോ, ഉണ്ടോ, നീ എവിടെയായിരുന്നോ, നിനക്ക് സുഖമുണ്ടോ, അങ്ങനെയുള്ള വഞ്ചാര വാക്കുകളൊന്നും വേണ്ട. നേരാംവിധം ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ആ ബന്ധങ്ങളുടെ ഇടയെഴുപ്പം കൂടുകയുള്ളൂ. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ ഒരു വഴിയില്ല. പറയാനുള്ള കാര്യം വീണ്ടും ഇത് തന്നെയാണ്. ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോകുന്നത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവസാനം ഇതൊക്കെ തന്നെ ആവും വിധി.